ഹായ്. കീം എക്സാം എഴുതി കേരളത്തിൽ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുടെ സീരീസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് കോളേജസ് ആണ് നമുക്കിവിടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗവൺമെന്റ് കോളേജസ് വരുന്നുണ്ട്, പിന്നെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജസ് വരുന്നുണ്ട്, എയ്ഡഡ് ഓട്ടോണോമസ് കോളേജസ് വരുന്നുണ്ട്. അതുകൂടാതെ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസും പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസും ആണ് വരുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ തന്നെ ഓട്ടോണോമസ് കോളേജസും വരുന്നുണ്ട്. അപ്പൊ ഈ ഓരോ പറഞ്ഞ കോളേജുകളും ഫീസ് ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് സീറ്റ്സ് ഡിഫറെൻ്റ് ആണ്. എല്ലാ സ്ട്രീമുകളും അല്ലെങ്കിൽ എല്ലാ ബ്രാഞ്ചുകളും എല്ലാ കോളേജുകളിലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ കൃത്യമായ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഏതൊക്കെയാണ് ഗവൺമെന്റ് കോളേജസ്, അവിടെ ഏതൊക്കെയാണ് കോഴ്സസ്, ഓരോന്നിലും എത്ര സീറ്റാണ് വരുന്നത്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജസും ഗവൺമെന്റ് കോളേജസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എയ്ഡഡ് ഓട്ടോണോമസ് കോളേജ് ഏതാണ് വരുന്നത്, അതേപോലെ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് അത് ഏതൊക്കെയാണ് വരുന്നത്, ദെൻ സെൽഫ് ഫിനാൻസിങ് കോളേജസ്, ഓട്ടോണോമസ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ഒരു കോളേജ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെ അക്രഡിറ്റേഷൻസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.